IPL ചരിത്രത്തിൽ വലിയ വലിയ റിലീസുകളുടെ പേരിൽ ഏറ്റവും പടികേട്ട ടീമുകളിൽ ഒന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2011 കൊൽക്കത്തയുടെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസ ഐക്കണായ സൗരവ് ഗാംഗുലിയെ താരലേലത്തിന് മുന്നോടിയായി റിലീസ് ചെയ്യുന്നത്. അതിന് പകരമെന്നോണം ഗൗതം ഗംഭീറിനെ അന്നത്തെ റെക്കോർഡ് തുകയ്ക്ക് ടീമിലേക്ക് എത്തിക്കുന്നു. ആ വർഷങ്ങളിൽ തന്നെയാണ് T20 ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ ആധുനിക ഐക്കൺസായ ബ്രണ്ടൻ മക്കലം, ക്രിസ് ഗെയിൽ എന്നീ താരങ്ങളെയും കൊൽക്കത്ത റിലീസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല കൊൽക്കത്തയുടെ റിലീസ് മണ്ടത്തരങ്ങൾ. പിൽക്കാലത്ത് സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, കുൽദീപ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണൻ എന്നിങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോകുമെന്ന് പറയേണ്ടി വരും. ഐക്കണാക്കം കൊണ്ടുവന്ന ശുഭ്മാൻ ഗില്ലിനെ 2022 താരലേലത്തിന് മുന്നോടിയായാണ് റിലീസ് ചെയ്യുന്നത്. ഗിൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോസ്റ്റർ ബോയാണ്. മാത്രമല്ല ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു മികച്ച ക്യാപ്റ്റന്. 2018 താരലേലത്തിന് മുന്നോടിയായാണ് സൂര്യകുമാർ യാദവിനെ റിലീസ് ചെയ്യുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ മധ്യ ലോവർ ഓർഡറിൽ കളിച്ചിരുന്ന സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആകുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും ആ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയ നിർണായക തീരുമാനമാണ്. കുൽദീപ് യാദവിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതും നമുക്ക് കാര്യമായി എടുത്തു പറയേണ്ട കാര്യമില്ല. അങ്ങനെ നിരവധി താരങ്ങളെ KKR റിലീസ് ചെയ്ത് മറ്റ് ടീമുകളിൽ വലിയ സക്സസ് ആയിട്ടുണ്ട്. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിന്റെയോ പഞ്ചാബ് കിങ്സിന്റെയോ RCBയുടെയോ അത്രയും ഇത്തരം റിലീസുകളുടെ പേരിൽ വലിയ വിമർശനങ്ങൾ കൊൽക്കത്ത നേരിട്ടിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ റിലീസുകൾക്ക് പകരം എത്തിച്ച താരങ്ങളൊക്കെ വലിയ സക്സസ് ആയി എന്നുള്ളത് തന്നെയാണ്. 2012, 14, 24 എന്നീ 3 വർഷങ്ങളിലെ കിരീടം കൊൽക്കത്തയെ ഒരു ബ്രാൻഡ് ടീമാക്കി മാറ്റുന്നുമുണ്ട്. മാത്രമല്ല അതോടൊപ്പം വലിയൊരു ലോയൽ ഫാൻ ബേസും കൊൽക്കത്തയ്ക്ക് അവകാശപ്പെടാനുണ്ട്. എന്നാൽ 2025 താരലേലം മൊത്തത്തിലൊരു പ്ലാൻ ചേഞ്ച് തന്നെയായിരുന്നു. ബേസ് പ്രൈസിനാണ് രഹാനയെ ടീമിലേക്ക് എത്തിക്കുന്നത്, അതും നായകനായി. വെങ്കടേഷ് അയ്യരെ വമ്പൻ തുകയ്ക്ക് ഓപ്ഷന് ടീമിലേക്ക് എത്തിക്കുന്നു. എല്ലാ താരങ്ങൾക്കും പകരമെന്നോണമുള്ള താരത്തെയാണ് കൊൽക്കത്ത ഈ സീസൺ നോക്കിയത്. എന്നാൽ ബാറ്റിംഗ് ഡെപ്ത് കൂടിയതും സ്ട്രൈക്ക് ബോളർ ഇല്ലാതെ പോയതും കൊൽക്കത്തയുടെ പ്രധാന ദൗർബല്യങ്ങളിലൊന്നായി സീസണിന് മുന്നോടിയായി പലരും പറഞ്ഞതാണ്. ഹർഷിത് റാണ, വൈഭവ് റാണ എന്നീ 2 പേസർമാരെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യതകൾ. ഇവർ എത്രത്തോളം ഫോമാണ്, എത്രത്തോളം റൺസ് വഴങ്ങാതിരിക്കുന്നു, എത്രത്തോളം വിക്കറ്റുകൾ നേടുന്നു എന്നുള്ളത് തന്നെയാണ് കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് ആദ്യം പറഞ്ഞത്. പ്രീമിയം ഫോറിൻ പേസർ എന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കിരീടധാരണത്തിൽ നിർണായക പങ്ക് വഹിച്ച എക്സ് ഫാക്ടറുകളാണ്. അതില്ലാതെയാണ് ഈ സീസണിന് മുന്നോടിയായി കൊൽക്കത്ത തയ്യാറെടുത്തതും. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മത്സരം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. 9 ബാറ്റർമാരാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്തത്. ഇതിൽ പ്രധാന ഓൾറൗണ്ടേഴ്സുമാരും ഉൾപ്പെടും. നരേൻ, റസൽ. ഈ 2 താരങ്ങളിൽ നരേൻ മികച്ച ഫോമിലാണ്. എന്നാൽ റസലിൽ നിന്നും പ്രതീക്ഷിച്ച സീസൺ കൊൽക്കത്തയ്ക്ക് ലഭിക്കുന്നുമില്ല. ടീമിൽ റീറ്റെയിൻ ചെയ്ത റമൻദീപ് സിംഗിനും കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. റിങ്കു സിംഗ് 1 സീസൺ വണ്ടർ ആണോ എന്നുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാറ്റിംഗ് ഓപ്ഷൻസ് ഉള്ളതും വലിയ തലവേദന തന്നെയാണ്. മാത്രമല്ല മധ്യനിരയിൽ കടന്നാക്രമിച്ച് കളിക്കാൻ കെൽപ്പുള്ള ഒരു ബാറ്ററും പ്രധാനപ്പെട്ട ദൗർബല്യമായി കണക്കാക്കപ്പെടുന്നു. കൊൽക്കത്ത മെഗാ താരലേലം കഴിഞ്ഞു വരുന്ന ആദ്യ സീസൺ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ടീമിലെ താരങ്ങളെ പൊന്നുപോലെ നോക്കുന്ന ഓണർമാർക്ക് സ്വന്തമായുണ്ട്. അതുകൊണ്ട് യുവതാരങ്ങളെ ചുറ്റിപ്പറ്റി ഒരു പുതിയ ടീം ബിൽഡ് ചെയ്യാൻ തന്നെയാണ് കൊൽക്കത്ത ഓപ്ഷന് ശേഷം തയ്യാറെടുത്തത്. രഘുവംശി, ഹർഷിത് റാണ, വൈഭവ് റാണ, വരുൺ ചക്രവർത്തി എന്നിവരെ ചുറ്റിപ്പറ്റി മികച്ച ടീം ബിൽഡ് ചെയ്ത് വരും സീസണുകളിൽ വലിയ സക്സസ് ഉണ്ടാക്കാൻ തന്നെ കൊൽക്കത്തയുടെ പ്രധാന പ്ലാനുകളിലൊന്നാണ്. എന്നാൽ പഞ്ചാബ് കിങ്സുമായുള്ള തോൽവി മാനസികമായി കൊൽക്കത്തയെ തളർത്തിയിട്ടുമുണ്ടെന്ന് തള്ളിക്കളയാനാകില്ല. കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുമുണ്ട്.